ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യമേ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവർ തെളിയിക്കാൻ പറഞ്ഞേക്കുന്നത്? ഡിറ്റർമിനന്റ് 2 എന്ന് പറയുന്നത് 4 ഡിറ്റർമിനന്റ് എനോട് ഈക്വൽ ആണെന്ന് കാണിക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യമേ ചെയ്യാൻ പോകുന്നത്, ആദ്യമേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണും, ആൻസർ കണ്ടുപിടിക്കും. അതിനുശേഷം റൈറ്റ് സൈഡ് കാണും, എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ആദ്യമേ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഡിറ്റർമിനന്റ് 2a എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 2a കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമേ 2a കണ്ടുപിടിക്കാം. 2a ഈക്വൽ ടു, നോക്കിക്കേ, ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ടല്ലോ. ആ മെട്രിക്സിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. അപ്പോൾ എന്ത് എഴുതുക? 2 ഇൻറ്റു എയുടെ പ്ലേസിൽ എയുടെ ഡിറ്റർമിനന്റ് എഴുതുക 1 2 4 2. ഇനി ഈ മെട്രിക്സിന്റെ അകത്ത് കിടക്കുന്ന ഓരോ എലമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു 2 4. ഇതാണ് 2a എന്ന് പറയുന്ന എന്ത് മെട്രിക്സ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 2a എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കണം. അപ്പോൾ ഡിറ്റർമിനന്റ് 2a ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2 4 8 4. ഇനി എന്താണ്? ഒരു 2/2 ഓർഡർ വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയായിരുന്നു എടുക്കുന്നത്? ആദ്യമേ ഈ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഫസ്റ്റ് ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 4s are 8 മൈനസ് സെക്കൻഡ് ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുക. 8 4s are 32. ഇനി ഇവിടെ നോക്കിക്കേ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 32 നിന്ന് 8 പോകുമ്പോൾ 24. ഇനി ഇവിടെ വലുത് ഏതാ? 32 അല്ലേ? 32ന്റെ സൈൻ എന്താണ്? മൈനസ്. അതുകൊണ്ട് നമുക്ക് ആൻസർ എത്ര കിട്ടി? -24. ഇതാണ് ഡിറ്റർമിനന്റ് 2a എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏതാ ചെയ്യാൻ വേണ്ടി പോകുന്നത്? 4 ഡിറ്റർമിനന്റ് a ആണ്. അപ്പം ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എയുടെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമിനന്റ് a ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് വേണം എടുക്കാനായിട്ട്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ എന്താണ്? 1 2 4 2 ഈക്വൽ ടു 1 ഇൻറ്റു 2 2 മൈനസ് 4 ഇൻറ്റു 2 8. ഇനി ഇവിടെ നോക്കിക്കേ, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? -6. ഇനി എന്താ ചെയ്യേണ്ടത്? ആ ഡിറ്റർമിനന്റ് എനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് അല്ലേ? അപ്പോൾ 4 ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഡിറ്റർമിനന്റ് എ. ഇപ്പം നമുക്ക് തൊട്ട് മുന്നേ എന്ത് കിട്ടി? -6. ഇനി നോക്കിക്കേ, 4 ഇൻറ്റു 6 എത്രയാണ്? 24. പിന്നെ ഈ നെഗറ്റീവ് വരും അല്ലേ? ഇനി നോക്കിക്കേ, ഡിറ്റർമിനന്റ് 2aയും നമുക്ക് എന്ത് കിട്ടി? -24ഉം 4 ഡിറ്റർമിനന്റ് എ എന്ത് കിട്ടി? -24. അപ്പോൾ ഇതല്ലായിരുന്നു ഈക്വൽ ആണെന്ന് തെളിയിക്കേണ്ടത്. therefore ഡിറ്റർമിനന്റ് 2a ഈക്വൽ ടു 4 ഡിറ്റർമിനന്റ് എക്ക് ഈക്വൽ ആയിട്ട് കിട്ടി.